ഗൈസ് നമ്മൾ ഫീഡ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം ഇന്ന് കുറച്ച് ലേറ്റല്ല, സാധാരണ നോർമൽ രാവിലെയും ഈവനിങ് ഒക്കെ വെക്കില്ല. അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. തീറ്റ കഴിയാറാകുമ്പോൾ കൊണ്ടുവയ്ക്കും. ഇതിപ്പോൾ തീറ്റ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി, അപ്പോൾ കൊണ്ടുവയ്ക്കാൻ കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എല്ലാവരും ഒന്നിച്ച് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും വിശപ്പായിട്ടുണ്ടാവും. ഓ, ഞാൻ കൈയൊന്നാക്കിയതാണ് എല്ലാവരും പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഏവിയറി. ഇവിടെ കുറച്ച് ഫിഞ്ചസ് ഉണ്ട്. ഫിഞ്ചസിന് ഓൾറെഡി ഫുഡ് ഇന്നലെ വെച്ചത്, അത് കഴിഞ്ഞിട്ടില്ല. അവർ കുറച്ചല്ലേ, ചെറിയ കിളികളല്ലേ, കുറച്ചല്ലേ കഴിക്കുള്ളൂ. അങ്ങനെ സോ എല്ലാവരും തിരിച്ച് ഫുഡ് കഴിക്കാൻ വീണ്ടും ഇറങ്ങുന്നുണ്ട്. ഞാൻ അനങ്ങിയതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് പോയതാണ്. അവരെ ഞാൻ ശല്യപ്പെടുത്തി. അവിടെ കുറച്ച് മുട്ടയിട്ട് ഇരിക്കുന്ന കുറച്ച് കിളികളുണ്ട്. ആ കൂടുകൾക്ക് അകത്തായിട്ട് ഇവിടെ ഒരാൾ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. കൊള്ളാം. ഇവർക്കൊന്നും ഫുഡ് വേണ്ടി കഴിച്ച് വയറ് നിറഞ്ഞിട്ട് മാറിയിരിക്കുകയാണ്. അവർ കുറച്ച് നേരത്തെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരമായി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കും. ചിലപ്പം ആൺകിളികൾ പെൺകിളികളെ ഫീഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മുട്ടയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവർ ഫുഡ് എടുത്തുകൊണ്ട് പോയി ഫീഡ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്, സാധാ ബഡ്ജീസ് ഉണ്ട്, പിന്നെ കോക്ടെയിൽ ഉണ്ട്. ഇതുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 4 കോക്ടെയിൽ കാണുന്നില്ല. കോക്ടെയിൽ എന്ന് പറയുന്നത് ഇപ്പം ഈ ബ്ലാക്ക് ആൻഡ് ആ വൈറ്റ് കാണുന്നില്ല. വൈറ്റിൽ അത് ആക്ച്വലി ക്രീമാണ്. ചിലപ്പോൾ വീഡിയോയിൽ വൈറ്റ് ആയിട്ട്, അതുകൊണ്ട് ഞാൻ വൈറ്റ് എന്ന് പറഞ്ഞു. ക്രീം കളറാണത്. അവരാണ് കോക്ടെയിൽ. അതിനുശേഷം അത് ഒരു പെയർ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം ഇപ്പോൾ 5 കോക്ടെയിലാണുള്ളത്. അതിൽ 1 പെയർ പാരൻസും ബാക്കി 3 കുഞ്ഞുങ്ങളാണ്. അതിലൊരു കുഞ്ഞാണ് ഇതാ നിൽക്കുന്നത്. ബാക്കി 2 കുഞ്ഞുങ്ങളും 2 പാരൻസ് ഇതിനകത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിനകത്ത് ഫുഡ് കഴിക്കുന്ന ഈ ബ്ലാക്ക് അതൊരു പാരൻ്റാണ്. അതേപോലെ ഇതിനകത്ത് ഫുഡ് കഴിക്കുന്ന ആ വൈറ്റും പാരൻ്റാണ്. ബാക്കി ഇവർ രണ്ടുപേരും ആ 2 പേരും ഇതുണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവർ 2 പേരും കുട്ടികളാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു പുറത്തെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കോക്ടെയിൽ. പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്ന് പറയുന്നത് ആ യെല്ലോ കളറിലൊക്കെ കാണുന്ന, ഗ്രീൻ കളറിൽ കാണുന്ന അവരാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. പിന്നെ നോർമൽ ലവ് ബേർഡ്സ് പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബഡ്ജീസ് അഥവാ ലവ് ബേർഡ്സ് എന്ന് പറയുന്ന സാധനം. അതാണ് ഈ ബ്ലൂ കളറിലും ഗ്രീൻ കളറിലും എല്ലാം ഉള്ള നോർമൽ ലവ് ബേർഡ്സ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. എല്ലാവരും ഫുഡ് കഴിക്കട്ടെ, നമുക്ക് മെല്ലെ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം പിന്നെ കുറച്ച് ഫിഞ്ചസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫിഞ്ചസ് ഈ കൂടിനകത്താണ്, ഒന്നിച്ചിടാൻ പറ്റില്ല. കാരണം ഇവർ കുഞ്ഞു കിളികളായതുകൊണ്ട് ബാക്കിയുള്ള വലിയ കിളികൾ ഇവരെ ദ്രോഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പം ഞാൻ വെറും 2 പേർ 4 കിളികളെ ഇട്ടതാണ്. ഇപ്പോൾ ഇവർ 8-9 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥലം
ആളുകൾ വരുന്നുണ്ട്, കുറേ ആളുകൾ പോകുന്നുണ്ട്. ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കാൻ പേടിയാണ്. ഇവരാരും അത്രയും ടേംഡ് ആയിട്ടുള്ള ബേർഡ്സ് അല്ല, അപ്പം അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും ചെറിയൊരു ഭയമുണ്ട്. ഇതിലൊരു 3-4 കിളികൾ മാത്രം നമ്മുടെ അടുത്തുനിന്ന് കയ്യിൽ നിന്ന് ഫുഡ് എടുക്കുന്നുള്ളൂ, ലവ് ബേർഡ്സ്. അവരും കാണുന്നില്ല, അവരെനിക്ക് തിരിച്ചറിയുന്നില്ല അത്ര പെട്ടെന്ന്, കാരണം ഒരേ സെയിം കളറും ഡിസൈനൊക്കെയാണ്. മൊത്തം 24 ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 2-3 പേര് മാത്രമേ കയ്യിൽ നിന്ന് ഫുഡ് എടുത്തില്ല. Come on guys, have your meal. മതിയാവാതെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കൂട്ടിൽ നിന്ന് കുറച്ചുകൂടെ വലിയ കൂട്ടിലേക്ക് മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്, കഴിച്ചോട്ടെ. നമുക്ക് ഫീഡ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ ഇവർ ഈ കവറെല്ലാം പൊത്തി പറിച്ച് ഇതാക്കി വയ്ക്കും. പിന്നെ ഇവിടെ വേറെ 2 ആളുകൾ കൂടെ ഉണ്ട് ബഹളം വയ്ക്കുന്നത്. ഇവരാണ് സൺ കൊന്നൂർ എന്ന് പറയുന്നത്. സോറി, സൺ കൊന്നൂരല്ല, ഇത് സ്മോൾ കൊന്നൂരാണ്.